അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപകടങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. റഫീഖ് സഅദിയുടെ ശിഷ്യനായ ഹുസൈൻ സഅദി, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അവർ ഒന്നിച്ച് സന്തോഷത്തിൽ യാത്ര ചെയ്യുമ്പോൾ നോക്കൂ, ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കൂ. ജീവിച്ച് ആ സഹോദരിയുടെ പ്രായം 28 ജീവിച്ചു കൊതി തീർന്നതിൻ്റെ മുമ്പ് പെട്ടെന്നുണ്ടായ കാസർഗോഡ് മുട്ടം എന്ന് പറയുന്ന ബന്ദിയോട് ഭാഗത്തുണ്ടായ ഭീകരമായൊരു അപകടം. ഒരു ജീപ്പുമായി, ആൾട്ടോ കാറുമായി കൂട്ടിയിടിക്കുകയാണ്. ആ സമയത്ത് ഇപ്പോൾ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഈ ഹുസൈൻ സഅദി എന്ന് പറയുന്ന ഉസ്താദ്. മംഗലാപുരം ആശുപത്രിയിലാണ്. പ്രത്യേകമായൊരു ദ്വാഭ്യർത്ഥനവുമായിട്ടാണ് വന്നത്. തീർച്ചയായും അദ്വാ സിലാഉൽ മുഅ്മിൻ, മുഅ്മിൻ്റെ ആയുധം എന്നുള്ളത് ദ്വായാണ്. നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടാകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നോക്കൂ, ഒരുപാട് സ്വപ്നങ്ങളുമായി സന്തോഷമായി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ദുരന്തം, ഈ അപകടം അവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് ആ സ്ഥലത്ത് വെച്ച് തന്നെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗുരുതരമായൊരു അവസ്ഥയിലാണ് ഉസ്താദ് ഇന്ന് ആശുപത്രിയിൽ കഴിയുന്നത്. നമ്മുടെ പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലുതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പരിപൂർണമായ ശിഫയും ആരോഗ്യവും അള്ളാഹു എനിക്ക് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പരീക്ഷണം അള്ളാഹു ഉസ്താദിനും കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു ഇത് താങ്ങാനുള്ള ശേഷിയും അള്ളാഹു എനിക്ക് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ പരീക്ഷണങ്ങൾ എപ്പോൾ വരും, എങ്ങനെ വരും എന്ന് അറിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിങ്ങനെ റിസീവ് ചെയ്യാൻ വേണ്ടി നാം കാത്തു നിൽക്കണമെന്നാണ്. കാരണം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ വരുമെന്നാണ്. പണ്ട് സ്വഹാബി വനിതകളൊക്കെ ത്വലാഖ് വരെ ചോദിച്ചിരുന്നു. കാരണം ഒരു സ്വഹാബിക്ക് ഒരു ചെറിയ പനിയോ ജലദോഷവും വരാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ത്വലാഖ് ചൊല്ലണം. കാരണം നിങ്ങൾക്ക് ഒരു രോഗവും വരുന്നില്ല. കാരണം മുഅ്മിനീങ്ങൾ അല്ലാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് രോഗങ്ങളെ വരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ത്വലാഖ് ചൊല്ലണമെന്ന് പറഞ്ഞവരുണ്ട്. കാരണം പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നാം എന്നും റിസീവ് ചെയ്യാൻ തയ്യാറായിരിക്കണം. നോക്കി, ഈ ഒരു സങ്കടം, ഈ ഒരു ദുഃഖ വാർത്ത എൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ പറയണമെന്നറിയില്ല. നമുക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ആ ഉസ്താദിൻ്റെയും കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്ക്. അപ്പം നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നമ്മുടെ ബാധ്യതയാണ്. എത്രയും പെട്ടെന്ന് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി ആ സഹോദരി അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ശുഹദാക്കളുടെ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപകട മരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാരണം കൊണ്ട് ഒരാൾക്കും ഒരു അപകടവും സംഭവിക്കാൻ പാടില്ല. നാം നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം. അതിവേഗമായ ഓട്ടങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിയന്ത്രിക്കണം. പെട്ടെന്നുള്ള ഓട്ടങ്ങളെ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബമാണ് ഇരുട്ടിലാകുന്നത്, ഒരു വീടാണ് കണ്ണീരിലാകുന്നത്, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. വലിയ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വാഹനങ്ങൾ ഓട്ടുന്ന സമയത്ത് വിചാരിക്കണം, നമ്മുടെ മുമ്പിൽ വരുന്ന അയാൾ ആ വീടിൻ്റെയും ആ കുടുംബത്തിൻ്റെയും അത്താണിയായിരിക്കും, ഒരു മക്കളുടെ ഉപ്പയായിരിക്കും, ഒരു ഭാര്യയുടെ ആ ഒറ്റ സെക്കൻഡുകളെ കൊണ്ട്, ആ നിമിഷങ്ങളെ കൊണ്ട് അവിടെ സംഭവിക്കുന്നത് ഭാര്യ വിധവയാവുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് പ്രിയപ്പെട്ട ഭാര്യയെ നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ മക്കൾക്ക് വാപ്പയെ നഷ്ടപ്പെടുകയാണ്, വാപ്പാക്ക് പ്രിയപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ കണ്ണീരിലാകുന്ന ഒരവസ്ഥയിലേക്കാണ്. എൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ബാക്കിൽ നിന്ന് പോയി വണ്ടിയിടിച്ച് അപകടമുണ്ടാക്കിയ അടുത്ത് നടന്ന സംഭവങ്ങൾ എത്ര എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒരു കരുണയുടെ ഒരു ചെറിയ ഒരു കതറെങ്കിലും ആ ജനങ്ങൾക്കില്ലല്ലോ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് ചെറിയ ചെറിയ വിഷയത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക്, ഇതൊരു യാദൃശ്ചികമായി ഉണ്ടായ അപകടമാണ് ഈ കാസർഗോഡ് മുട്ടത്ത്. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും വലുതാണ്. എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു പരിപൂർണമായ ആരോഗ്യവും ആ കുടുംബത്തിന് ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.